ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വീണ്ടും സ്ത്രീകൾ വശീകരിക്കാൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ ജയിലാണെങ്കിൽ ജയിലിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നുവെന്ന് പറയുകയും ചെയ്തു എന്ന കാര്യം നാം മനസ്സിലാക്കി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലോട്ട് പറഞ്ഞയക്കാൻ അവർ ഉദ്ദേശിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ എത്തിയതിനു ശേഷമുള്ള കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിച്ചിരുന്നത്. വദഖല മഅഹു السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. അദ്ദേഹത്തോടൊപ്പം രണ്ട് യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു. അതിൽ ഒരാൾ പറഞ്ഞു, ഞാൻ മദ്യം പിഴിഞ്ഞെടുക്കുന്നതായി എന്നെ സ്വപ്നത്തിൽ കണ്ടു. മറ്റവൻ പറഞ്ഞു, എൻ്റെ തലക്ക് മുകളിൽ റൊട്ടി ചുമക്കുന്നതായി ഞാൻ കണ്ടു. അതിൽ നിന്നും പറവ കഴിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഇതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരിക. തീർച്ചയായും ഞങ്ങൾ താങ്കളെ നന്മ നിറഞ്ഞ വ്യക്തിയായി കാണുന്നു. قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. യൂസുഫ് നബി പറഞ്ഞു, നിങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം നിങ്ങളുടെ അരികിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. അത് രണ്ടിൻ്റെയും വ്യാഖ്യാനങ്ങൾ എൻ്റെ രക്ഷിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ജനതയുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. എൻ്റെ പൂർവ്വ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നീ നബിമാരുടെ മാർഗം ഞാൻ പിൻപറ്റുന്നു. അള്ളാഹുവിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാനുള്ള അവകാശം നമുക്കില്ല. ഇത് നമ്മുടെയും മുഴുവൻ മനുഷ്യരുടെയും മേലുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പക്ഷേ ജനങ്ങളിൽ അധിക പേരും നന്ദി പുലർത്തുന്നില്ല. യാ സാഹിബൈ സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിലെ എൻ്റെ രണ്ട് കൂട്ടുകാരെ, പലതരത്തിലുള്ള വ്യത്യസ്ത ദൈവങ്ങളാണോ അതോ ഏകനും അടക്കി വാഴുന്നവനുമായ അള്ളാഹുവാണോ ഉത്തമം? മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ
إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പൂർവികരും പേരുവെച്ച ചില നാമങ്ങളെ മാത്രമാണ്. അതിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു രേഖയും ഇറക്കപ്പെട്ടിട്ടില്ല. എല്ലാ തീരുമാനാധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാണ്. അവനെയല്ലാതെ ആരെയും ആരാധിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് നേരായ മാർഗം. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ ആ സ്ത്രീകളുടെ പ്രേരണയിൽ നിന്നും രക്ഷ പ്രാപിക്കാനായി യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്നും മാറി നിൽക്കാനും ജയിലിൽ പോവാനും തീരുമാനിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ പ്രവേശിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനോടൊപ്പം തന്നെ ജയിലിൽ മറ്റു 2 പേരും പ്രവേശിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ചരിത്രത്തിൽ അല്ലാഹു തആല ഗുണപാഠമുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഖുർആൻ ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണ്, ഒരിക്കലും ചരിത്ര ഗ്രന്ഥമല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ചരിത്രങ്ങൾ പറയുന്നത് അതിൽ നിന്നും നമുക്ക് ഗുണപാഠം ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജയിലിൽ നടന്ന കാര്യങ്ങളിലും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ചരിത്രത്തിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അവിടെ ജയിലിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടൊപ്പം 2 പേർ പ്രവേശിച്ചു. ആ 2 പേരും രാജാവിൻ്റെ സന്നിധിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. ഒരാൾ രാജാവിൻ്റെ പാചകക്കാരനായിരുന്നു, മറ്റേയാൾ രാജാവിന് പാനീയം കുടിപ്പിക്കുന്ന ആളായിരുന്നു. ഇവർ 2 പേരും രാജാവിനെ വധിക്കാൻ ശ്രമിച്ചു, ഭക്ഷണത്തിലും പാനീയത്തിലും വിഷം കലർത്താൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ മേലുള്ള കുറ്റം. അത് വ്യക്തമായ തെളിവുകൾ കൊണ്ട് തെളിയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അവരെ ഏതാനും കാലം ജയിലിൽ അടക്കാനായി രാജാവ് തീരുമാനിച്ചിരുന്നു. ആ 2 പേർ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ജയിലിൽ പ്രവേശിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, നല്ല വ്യക്തിയാണ്, ഒരിക്കലും കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ ഏറ്റവും നല്ല സൽസ്വഭാവമായിരുന്നു ജയിൽവാസികളോട് കാണിച്ചിരുന്നത്. അവരിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുക, അവരിലുള്ള ദുഃഖിച്ച് കഴിയുന്നവർക്ക് ആശ്വാസം നൽകുക, സഹായിക്കുക, ഇങ്ങനെ തുടങ്ങി ജയിലിലുള്ള ആളുകൾക്ക് നല്ല സേവനങ്ങൾ ചെയ്യുക, നല്ല സ്വഭാവത്തോടുകൂടി അവരെ വർത്തിക്കുക, അവരെ ആത്മസംസ്കരണം ചെയ്യുക, ഈ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ജയിലിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിലുള്ളവർക്കും ജയിലിൻ്റെ കാവൽക്കാർക്കും എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാം ഏറ്റവും പ്രിയങ്കരനായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ജയിലിലില്ലായിരുന്നു. കാരണം അത്രയും നല്ല സൽസ്വഭാവത്തിലും നല്ല രീതിയിലുമായിരുന്നു ജനങ്ങളോടും കാവൽക്കാരോടും എല്ലാവരോടും യൂസുഫ് നബി അലൈഹിസ്സലാം വർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായി മാറി യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിൽ ഈ നന്മകൾ കണ്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ജയിലിൽ പ്രവേശിച്ച 2 പേരും അവരുടെ സ്വപ്നത്തെപ്പറ്റി യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞു, ഞാൻ രാജാവിന് മദ്യം പിഴിഞ്ഞു കൊടുക്കുന്നതായി സ്വപ്നം കണ്ടു. മറ്റേയാൾ പറഞ്ഞു, എൻ്റെ തലക്ക് മുകളിൽ റൊട്ടി ചുമക്കുന്നതായി ഞാൻ കണ്ടു, അതിൽ നിന്നും പറവകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 2 പേരും ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി അവരെ അള്ളാഹുവിനോട് ക്ഷണിച്ചു. കാരണം പ്രവാചകന്മാരുടെ ശൈലിയാണ്, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അവർക്ക് ഏൽപ്പിച്ച ദൗത്യമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി അയച്ചിട്ടുള്ളത് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം എത്തുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം നിങ്ങൾക്ക് അറിയിച്ചു തരും
എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ആ സ്വപ്ന വ്യാഖ്യാനം അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പായി അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റിയും അള്ളാഹുവിൻ്റെ വളർമയെ പറ്റിയും അവനെ മാത്രം ആരാധിക്കണമെന്ന കാര്യവും അവർക്ക് അറിയിച്ചു കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഭക്ഷണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരും എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായി അതിൻ്റെ 2 വിശദീകരണം എന്നുള്ളത്, ഒന്ന്, യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്ന ഭക്ഷണം എന്താണ്, അത് ഏത് സമയത്തെത്തും, അത് എത്ര എണ്ണമുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അത് സത്യമാണെങ്കിൽ തീർച്ചയായും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളും സത്യം തന്നെയാണ്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന കാര്യം സത്യമാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ആ ഒരു വാക്കിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്. വേറെ ചില പണ്ഡിതന്മാർ അറിയിക്കുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം ഇവർക്ക് ദഅവത്ത് കൊടുക്കാൻ പോവുകയാണ്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വപ്ന വ്യാഖ്യാനം അവർക്ക് ലഭിക്കുകയില്ല എന്ന ചിന്ത അവർക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം തന്നെ അവർക്ക് സമാധാനം നൽകുകയാണ്, നിങ്ങൾ ഏതൊരു ആവശ്യത്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്, അത് നിങ്ങളുടെ ഈ ഭക്ഷണം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനെന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തതാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ദഅവത്ത് നൽകാൻ ആരംഭിച്ചു. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഈ ലഭിച്ച കഴിവ് അത് അള്ളാഹു നൽകിയതാണെന്ന് പറഞ്ഞു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പൂർവികന്മാരായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമുസ്സലാം അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് കൽപ്പിച്ചത്. അതേ മാർഗമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ലഭിച്ചത്. എന്നിട്ട് അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ചോദ്യ രൂപത്തിൽ അവരോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, വ്യത്യസ്തമായ ധാരാളം ദൈവങ്ങളാണോ, അതല്ല ഏകനായ സർവശക്തനായ ഒരു അള്ളാഹു ആണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ പറയുക. അവരത് സമ്മതിക്കുകയുണ്ടായി. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളും നിങ്ങളുടെ ഭാഗത്തുനിന്നും പേര് നൽകിക്കൊണ്ട് കെട്ടിച്ചുമച്ച സാധനങ്ങളാണ്. ഒരിക്കലും അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. നിങ്ങളുടെ പിതാമഹന്മാർ ചെയ്ത തെറ്റിനെ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അവനിൽ ആരോടും പങ്കു ചേർക്കാൻ പാടില്ല എന്ന ഉപദേശം ആ ജയിൽവാസികൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം നൽകുകയുണ്ടായി. ചുരുക്കി പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ദൗത്യമായ ദഅവത്ത്, തൗഹീദിലോട്ട് അവരെ ക്ഷണിക്കുക എന്ന ദൗത്യം ആദ്യം യൂസുഫ് നബി അലൈഹിസ്സലാം അവരുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതിന് മുമ്പ് അവരെ അറിയിച്ചു കൊടുക്കുകയും ദീനിലോട്ടും സത്യ ഇസ്ലാമിലോട്ടും അവരെ ക്ഷണിക്കുകയും ചെയ്തു. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ നിന്നും, അഥവാ ഈ ജയിൽവാസികൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചതും യൂസുഫ് നബി അലൈഹിസ്സലാം നൽകിയ ദഅവത്തിലും ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.